വിശുദ്ധ അന്ന. നസ്രത്തിലെ സമ്പന്നരായ ദമ്പതികളായിരുന്നു അന്നയും ജവാക്കിമും. കൃഷിയും ആടുവളർത്തലും ഒക്കെ ഉണ്ടായിരുന്ന അവർക്ക് മക്കളുണ്ടായിരുന്നില്ല. വർഷങ്ങൾ പിന്നിടുന്തോറും അവർക്ക് പരിഹാസങ്ങൾ ഏൽക്കേണ്ടി വന്നു. ഇത് സഹിക്കാനാവാണ്ട് ജവാക്കിം ഹെർമോൺ മലയിലേക്ക് പോയി. അന്നയെ ഉപേക്ഷിച്ച് പോയതാണെന്ന് സ്വന്തം പരിചാരകളിൽ നിന്ന് പോലും അവൾക്ക് ഏൽക്കേണ്ടി വന്നു. ഒരിക്കൽ ഗബ്രിയേൽ ദൂതൻ അന്നയെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു പുത്രൻ ജനിക്കുമെന്നും ജവാക്കിം തിരിച്ചു വരുമെന്നും അതിനായി ജെറുസലേം ദേവാലയത്തിൽ പോയി നന്ദി അർപ്പിക്കണമെന്നും പറഞ്ഞു. അവിടെ വെച്ച് ജവാക്കിനെ തിരിച്ചു കിട്ടുകയും പിന്നെ അവൾക്കൊരു പുത്രി ജനിക്കുകയും ചെയ്യുന്നു. സ്നേഹിച്ച് കൊതിതിനു മുൻപേ തന്റെ പൊന്നുമകളെ ദേവാലയ ശുശ്രൂഷയ്ക്കായി ദേവേഷ്ടത്തിനായി ദേവാലയത്തിൽ സമർപ്പിച്ചു. ആ ബലിയിൽ ദേവസംപ്രീതനായി ദേവമാതാവിനുള്ള വിളിക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്ക് ആ അമ്മയിൽ നിന്ന് ലഭിച്ചതെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അന്നയുടെ ജീവിതം നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. അമ്മ എന്ന വാക്കിനെ ഒരു തലമുറയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല, അതിന്റെ പ്രാധാന്യവും സ്വാധീനവും വളരെ വലുതാണ്. വിശുദ്ധിയെ വളർത്താനുള്ള പ്രചോദകയും ആണ് യേശുവിന്റെ അമ്മൂമ്മയും അനുഗ്രഹദായകമായ വിശുദ്ധ അന്ന. ദേവമാതാവിനുള്ള വിളിക്ക് ഇതാ കർത്താവിന്റെ ദാസി എന്ന വാക്ക് ആ അമ്മയിൽ നിന്ന് ലഭിച്ചെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. വിശുദ്ധിയോടൊത്ത് വളരാനും അതിനുള്ള പ്രചോദകയുമാണ് യേശുയുടെ അമ്മൂമ്മയും അറിയത്തിന്റെ അമ്മയുമായ വിശുദ്ധ അന്ന.